അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായില്ലേ നമ്മളൊന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം കുറേ ബിസി ആയിരുന്നു കേട്ടോ. പർച്ചേസിങ്ങും കല്യാണം ഇങ്ങനെ അടുത്ത് വരികയാണ്. അപ്പം പർച്ചേസിങ്ങിനൊക്കെ പോകുന്നത് കൊണ്ട് ഭയങ്കര ബിസിയാണ്. ഓരോ സമയം വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഡെയിലി പോക്കാണ് പർച്ചേസിങ്ങിനായിട്ട്. അപ്പം വീഡിയോസൊന്നും അപ്ലോഡിങ് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മളെ അറിയാത്തവരോടായിട്ട് എൻ്റെ കാക്കൻ്റെ കല്യാണം ഉണ്ട്. അതിൻ്റെ ഡ്രസ്സ്, വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് എടുക്കാനും അതുപോലെ തന്നെ ബാക്കിയെല്ലാം പർച്ചേസിങ്ങിനുമായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇന്ന്. അപ്പം ബ്രൈഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൾക്ക് ഡ്രസ്സ് എടുക്കണം, അവൾക്ക് വീട്ടിൽ നിന്ന് ഇടാനും അതുപോലെ തന്നെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാനൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സും എല്ലാം നമുക്കിന്ന് പർച്ചേസ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് കുന്നമംഗലത്ത് ഫാമിലിയിലാണ് കേട്ടോ. അവിടെ അത്യാവശ്യം കളക്ഷനും ഉണ്ടാവും, എന്നാൽ പിടുത്തം വിട്ട റേറ്റിൽ നിന്നും കുറച്ചൊരു ക്ഷമയും കിട്ടും കേട്ടോ. ഇതാണ് കേട്ടോ ബ്രൈഡ്. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ വെഡ്ഡിങ്ങിനെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സ്വീകരണമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ ചോക്ലേറ്റ്സൊക്കെ എടുത്ത് തന്ന് കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുത്തിട്ടോ. അപ്പം ഇനി നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ ആദ്യം തന്നെ ബ്രൈഡിനുള്ള ലെഹങ്ക നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്രൈഡ് നല്ല കൂളാണ് കേട്ടോ. ഇച്ചിരി ഒരു ചമ്മലുണ്ട്, ഇപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും. എന്നാലും നല്ല അടിപൊളിയാണ്. ഇപ്പം കുറേയൊക്കെ നമുക്ക് എടുത്തിട്ട് തന്ന് പിന്നെ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്കേർട്ടിൻ്റെ റിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇടുന്നൊരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊന്തി നിൽക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പം എല്ലാ ബ്രൈഡ്സും യൂസ് ചെയ്യുന്നൊരു സാധനമായിരിക്കും. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. എൻ്റെ വെഡ്ഡിങ്ങിനും ഇത് ഫാമിലി തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഡ്രസ്സ് കേട്ടോ. പക്ഷേങ്കിൽ അന്നൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും അന്ന് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഏതിനും സൊല്യൂഷൻസ് മുന്നിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഞങ്ങളുടെ ഈ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തത്. അപ്പോൾ അവൾക്കൊന്ന് ഇട്ട് നോക്കാം, അവൾക്ക് ചേരുമോ എന്നുള്ളത്. നമ്മൾ ഓരോ ആൾക്കും ഓരോ ഡിസൈനും ഓരോ ഡ്രസ്സ് ആണല്ലോ ഇഷ്ടം, ഓരോ കളറുമാണല്ലോ നമുക്ക് ചേരുന്ന കളറും നമ്മൾ ചൂസ് ചെയ്യണമല്ലോ. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് നോക്കി, പക്ഷേങ്കിൽ അവൾക്കത് അത്ര അങ്ങോട്ട് രസമുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വേറൊരു ഡ്രസ്സ് ഇട്ട് നോക്കി കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടായിരുന്നു അവൾക്ക് ഇട്ടപ്പം. ഹെവി വർക്കൊക്കെ ആയിട്ട് ഫുള്ള് വർക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സൊക്കെ കുറച്ച് മുൻപുള്ളൊരു ഡ്രസ്സാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മുമ്പ് മീൻസ് കുറേ വെഡ്ഡിങ്ങിന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ വെൽവെറ്റിൻ്റെ ഒക്കെ ഒരു മോഡലാണല്ലോ വരുന്നത്. പിന്നെ ഇതാക്കണം ഈ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിട്ടോ. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടമായി, അവൾക്കും ഇഷ്ടമായി, ഞങ്ങൾക്കും ഏകദേശമൊക്കെ ഓക്കെ. ഒരു ഡ്രസ്സ് അതിന് മുമ്പേ ഞാൻ പറഞ്ഞ ഹെവി വർക്കുള്ളൊരു ഡ്രസ്സില്ലേ, അതും ഞങ്ങൾ ഒന്ന് മാറ്റി വെച്ച് ഇതും മാറ്റി വെച്ചിട്ടോ. അപ്പം നല്ല ഡ്രസ്സല്ലേ, ഒക്കെ ഇട്ടിട്ടും ഒക്കെ കളറും ഒക്കെ നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു. അപ്പം ഏതാണ് എടുക്കാന്നുള്ള കൺഫ്യൂഷനായിട്ട് പിന്നെ ഏതെടുക്കുമെന്ന് അവൾക്കും രണ്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതെടുക്കണോ അതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ നല്ല കണക്ഷൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഏകദേശം ഞങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. ഏകദേശം ഫുള്ള് ഞങ്ങൾ നോക്കി കളറൊക്കെ. പിന്നെ അപ്പുറത്ത് സാരീൻ്റെ സെക്ഷൻ ഉണ്ട്. സാരി അടിപൊളിയായിട്ട് സാരി ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണ കുട്ടികൾ ഫുൾ ടൈം ഇതാക്കിയ ഇതിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറുതായിട്ടൊരു ജ്യൂസിൻ്റെ കോഫി അല്ലെങ്കിൽ ചായൻ്റെയൊക്കെ ഒരു സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. എന്ത് ജ്യൂസാണെങ്കിൽ ജ്യൂസ്, ചായ ആണെങ്കിൽ ചായ, അതുപോലെ തന്നെ ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ്, അതുപോലെ മിഠായി ഐറ്റംസ്. അപ്പം കുട്ടികൾ ഫുൾ ടൈം അവിടെയായിരുന്നു. ഞങ്ങൾ കണ്ടിട്ട് തന്നെയല്ല അവർ വന്നത് മുതൽ അവിടെ പോയിട്ട് ഒന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അൺലിമിറ്റഡായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ശോഭാസ്, പുളിമുട്ടായി, പുളിയിഞ്ചി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം. ലാസ്റ്റ് അവിടെയുള്ള മിഠായി ഫുള്ള് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞങ്ങൾ അടുത്തേക്ക് വന്നത് തന്നെ. കാരണം ആ ഫുൾ ടൈം അവിടെ തന്നെ ഇരുന്ന് അവിടെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് അത്ര ഒരു ഫീൽ തോന്നിയിട്ടില്ല.
ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ട് ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ട് തന്നെ കരുതി. രാവിലെ പോയിട്ട് ഞങ്ങൾ രാത്രി ഒരു 10-11 മണിയായാലും ശരിക്കും അവിടുന്ന് റിട്ടേൺ അടിച്ചത് തന്നെ കേട്ടോ. അത്രയും പർച്ചേസ് ചെയ്തിട്ടും നമുക്ക് ഫുള്ളായിട്ടില്ല കേട്ടോ. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. എത്ര പർച്ചേസ് ചെയ്താലും നമുക്ക് അത് ഫിനിഷിങ് ആവില്ലല്ലോ, പിന്നെയും പർച്ചേസിങ് ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശമൊക്കെ എടുത്തതാക്കണം. ബേബിൻ്റെ സ്ട്രോളറിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ആളും വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് ആ ട്രോളി കയ്യിലുണ്ടായതുകൊണ്ട് അവിടെ എടുക്കുന്നുണ്ട്. അതിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കും. പിന്നെ കുട്ടികൾ എന്തായാലും ഉന്തിയിട്ട് കൊണ്ടുപോയിക്കോളും സ്ട്രോളർ. അന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ബേബിനെയും കൊണ്ട്. ബേബിക്ക് ഉറക്കം വരുമ്പോൾ ബേബി അതിൽ കിടന്നുറങ്ങിക്കോളും. അപ്പം വലിയ ബുദ്ധിമുട്ടായിട്ടില്ല ബേബിനെയും കൊണ്ടിട്ട്. ഞാൻ പേടിച്ചിരുന്നു. ബേബിനൊക്കെ കൊണ്ട് നമ്മൾ പർച്ചേസിങ് ഇറങ്ങിയാൽ എന്താവും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അവനക്കും റെഡി ആവില്ല, ഞമ്മക്കും റെഡി ആവില്ലല്ലോ. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ അത് കാര്യത്തിലും ഓക്കെ ആയിരുന്നു കേട്ടോ. ഇത് അവരുടെ ഹോബി ഇതൊക്കെയാണ് കേട്ടോ. ബലൂണ് പിറപ്പിക്കുക, അതിനെ കൊണ്ട് കളിക്കുക. അവരുടെ വീടാക്കിയേക്കിന് ശരിക്കും ഈ ഫാമിലി കേട്ടോ. കാരണം അത്രയും സമയം നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയും ചെയ്യാണ്. അവരല്ലേ രാവിലെ തൊട്ട് രാത്രി വരെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കത് അവരുടെ ഫാമിലിയിൽ എങ്ങനെ ജീവിക്കുന്നു അതുപോലെയാണ് അവിടെ അവർ തീർത്തത് കേട്ടോ. കാരണം അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അവരെ തിരിച്ച് മറിച്ചിട്ടിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഏകദേശം പർച്ചേസിങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഏകദേശം മീൻസ് ലെഹങ്കൻ്റെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. അതിലേതാണ് എടുത്തത് ഞങ്ങൾ 2 ഇട്ട് നോക്കി. 2 ഇഷ്ടമായെന്ന് പറഞ്ഞില്ല. ലാസ്റ്റ് ഇട്ടതും അതിൻ്റെ സെക്കൻഡിലിട്ടതും. അപ്പോൾ 2 ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിലേതാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടാവുക എന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഏതാ കൂടുതൽ ചേരുന്നുണ്ടായിരുന്നത് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും മിക്കവാറും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും മാരേജ് കഴിഞ്ഞിട്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. കാരണം അത്രയും സമയം എടുക്കാൻ മതി എന്തായാലും. അപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത് എന്തായാലും വെഡിങ്ങിന് മുമ്പാണ്. അപ്പോൾ അപ്ലോഡിങ് എന്തായാലും വെഡിങ് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. പിന്നെ അവളുടെ വീട്ടിൽ ആങ്ങളുണ്ട്, ഉപ്പൻ്റെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. അവർക്കൊക്കെ ഡ്രസ്സ് എടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ തിരക്കിലാണ്. അപ്പം അവളുടെ സെക്ഷൻ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് അവളെ പറഞ്ഞേക്കാമല്ലോ. അവളെയും കൂടി നമ്മളെ ഇതിലേക്ക് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാൽ നമ്മളെ ഫാമിലിക്ക് മൊത്തം എടുക്കാണ്ട്. അപ്പം അത് അവളെയും കൂടെ അതിൽ ഇതാക്കേണ്ടെന്ന് വിചാരിച്ച് അവൾക്ക് ക്ഷീണാവുമല്ലോ. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവളുടെ എല്ലാ കളക്ഷൻസ് കഴിഞ്ഞിട്ട് അവളെ പറഞ്ഞേക്കാൻ വിചാരിച്ചിട്ട് അവളത് മാക്സിമം നോക്കിട്ടോ. പിന്നെ അവളുടെ ആങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ആങ്ങളൊക്കെ എല്ലാം തോന്നുന്നു ഉപ്പേക്കാണോ എന്ന് സംശയം. ഉപ്പക്കും എടുക്കുന്നുണ്ട്, ആങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഏകദേശം എടുത്തിട്ടുണ്ട്. ഷർട്ട് എടുത്തിട്ടുണ്ട്, പാൻറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാക്കണം ഓരോ സെക്ഷനിലാണല്ലോ ഉണ്ടാവുക. ഓരോ സാധനം ഓരോ സെക്ഷനിലാണല്ലോ ഉണ്ടാവുക. അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഉണ്ടെന്ന് വെച്ചിട്ട്. അപ്പം അളവും ഒക്കെ അറിയണമല്ലോ. അപ്പം അവളുടെ ഉമ്മനൊക്കെ വിളിച്ച് അതൊക്കെ സെറ്റാക്കി. പിന്നെ അതൊക്കെ ഇന്നർ വെയർ മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നൈറ്റ് ഡ്രസ്സ് മേടിക്കുന്നുണ്ട്. ഇതൊക്കെ കാഷ്വലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിൽ കാണിക്കണമെന്നൊന്നും ചോദിക്കാൻ ഞാൻ എടുത്ത് കാണിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് മേടിച്ചിരിക്കണമെന്നുള്ള ഒരു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണല്ലോ. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനായിട്ട് കുറച്ച് 2 പീസ് അതുപോലെ തന്നെ കോട്ടൺ ചുരിദാർ ഒക്കെ മേടിച്ച് വെക്കണം. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പം നമുക്കതൊക്കെ ഒന്ന് മേടിച്ച് വെക്കണമല്ലോ. അപ്പം ഓൾ അത്യാവശ്യം മെലിഞ്ഞിട്ടാണ്. അപ്പം ഓളെ സൈസിനനുസരിച്ച് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ടീഷർട്ട് ഒക്കെ ആണല്ലോ വീട്ടിൽ നിന്ന് ഇടാറ്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ നമ്മളെ വീട്ടിലെല്ലാവരും വരുമ്പോൾ ഒക്കെ നമ്മൾ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം എന്തായാലും കോട്ടൺ ചുരിദാർ ഒക്കെ മേടിച്ച് വെക്കണം. അങ്ങനെ അതൊക്കെ മേടിച്ച് വെക്കണം. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ അടുത്തേക്ക് ഇത് കണ്ടിട്ട് തന്നെ ഇല്ലായിരുന്നു. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് പർച്ചേസിങ്ങിന് വരുമ്പോൾ വരാറുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇന്ന് വന്നപ്പോൾ വന്നിട്ടില്ലായിരുന്നു. നേരത്തെ വീഡിയോ എടുത്തത് അനിയത്തിയാണ് കേട്ടോ. അവൾ വരുമ്പോൾ അവളെടുത്ത് ഫോണും കൊണ്ട് എടുത്ത് പോയതാണ് കേട്ടോ. നേരത്തെ ഞാനിതിൽ ഇട്ട വീഡിയോ. അപ്പോൾ അതൊക്കെ പിന്നെ ഞങ്ങൾ ഏകദേശം കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൂട്ടി ജ്യൂസും ചായയൊക്കെ കുടിക്കാനായിട്ട് വന്നതാണ്. പിന്നെ അവരുടെ പ്രത്യേകത ഉണ്ടല്ലോ, നല്ല അടിപൊളി മറ്റേ നുറുക്ക് അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, നല്ല അടിപൊളി. എന്താ പറയുക, അന്നപ്പുണ്ടാക്കിയ ടേസ്റ്റാണ് കേട്ടോ. അതിന് എന്താണെന്നറിയില്ല, എന്ന് വരുമ്പം ആ ടേസ്റ്റ് എന്നും ചോദിക്കണമെന്ന് വിചാരിക്കും കേട്ടോ. എന്താ
കടിച്ചാലിങ്ങനെ കിറുന്നറിയില്ല അതുപോലെ പൊട്ടി പോകുന്നൊരു ഐറ്റംസാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അത് എടുത്ത് പറയണം ഫാമിലീനെ കുറിച്ച്. കാരണം എന്താണെന്നല്ല, ഭയങ്കര ടേസ്റ്റാണ് ഓരോന്നിനും. അത് മേടിക്കുക, അതെന്നും ഞങ്ങൾ പ്രത്യേകമായിട്ട് വേറെ മാറ്റി വെച്ച് കഴിക്കും കേട്ടോ. അത്ര ടേസ്റ്റാണ്. പിന്നെ എന്താക്കണ കല്യാണ ലെഹങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെരുപ്പൊക്കെ എടുക്കണമല്ലോ, അതൊക്കെ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ എത്തിയിട്ടില്ലായിരുന്നു, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഓരോ ഭാഗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോനക്ക് പാലെടുക്കാനൊക്കെ പോകും അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ശരിക്കും തന്നെ ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ. എവിടെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുക്കുന്നുണ്ട്. കാരണം ഓലിങ്ങനെ പർച്ചേസിങ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ബേക്ക് പോയി എല്ലാ വീഡിയോസും എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ ചെരുപ്പ് ഏതാ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തന്നാ കേട്ടോ. പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നിട്ട് അത് തന്നെ എടുത്തതാണ്, ഹെവി ആക്കിയില്ല എന്ന് പറഞ്ഞ്. ഞാൻ കണ്ടിട്ടില്ല, അവൾ പറഞ്ഞതാണ് നോക്കൂ അങ്ങനെ മതി എന്ന് പറഞ്ഞ്. കാരണം പിന്നെ യൂസ് ചെയ്യാമല്ലോ, പിന്നെ ആ സമയത്ത് മാത്രം ഇട്ടിട്ട് പിന്നെ വെറുതെ മാറ്റി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിട്ടോ. പിന്നെ അതാ വീട്ടിൽ നിന്ന് ഇടാനും കാഷ്വലായിട്ട് ഇടാനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു പർദ്ദൻ്റെ സെക്ഷനിലേക്കാണ് പോയത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 10 പർദ്ദയൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ടാവും. അത്രയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവളുടെ ഉമ്മൻ്റെ ഉമ്മാക്കും ഉപ്പൻ്റെ ഉമ്മാക്കും ഇതുപോലെ ഞങ്ങളെ വീട്ടിലേക്കും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മക്കും എൻ്റെ ഉമ്മാക്കും താത്തൻ്റെ ഉമ്മാക്കും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോന്ന് എടുത്ത് ഏതൊക്കെയാണ് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുമാണല്ലോ പർദ്ദയിലുണ്ടാവുക. ഡിസൈൻ വേണ്ടവരുണ്ടാവും, കല്ല് വേണ്ടവരുണ്ടാവും, മുത്ത് വേണ്ടവരുണ്ടാവും, അതൊന്നും വേണ്ടാത്തവരുണ്ടാവും. അന്നപ്പം പ്രായത്തിനനുസരിച്ച് യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമല്ലോ നമുക്ക് എടുക്കാം. അപ്പം ഏകദേശം കുറേ പർദ്ദ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടുന്ന്. ഈ സമയം എനിക്ക് തോന്നുന്നു അവളെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവളുടെ സെക്ഷൻ കഴിഞ്ഞാൽ അവളുടെ ലെഹങ്കൻ്റെ അളവും നോക്കി, അടിക്കാനുള്ള ഫാമിലി തന്നെ കേട്ടോ നമ്മൾ അടിക്കാൻ കൊടുത്തിട്ടുള്ളതും. അവിടുന്ന് അതിൻ്റെ അളവും നോക്കി അവളെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കാക്കൻ്റെ കൂടെ. അപ്പം ഇതന്നെ ഈ സമയം തന്നെ നമ്മൾ ഈവനിങ് സമയമായിട്ടുണ്ടാവും കേട്ടോ. ഈ പർദ്ദയൊക്കെ എടുക്കുന്നത് തന്നെ. കാരണം ഓരോന്ന് പർച്ചേസ് ചെയ്തും സമയം ഇങ്ങനെ പെട്ടെന്ന് പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളെടുത്ത ഡ്രസ്സ്. ഞങ്ങൾ കളർ ചേഞ്ച് ആക്കിയിട്ട് എടുത്ത് ഞാനും താത്തയും ഞാനും കൂടെ ഒരേ കളറാക്കി കളർ ചേഞ്ച് ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ അനിയത്തിക്ക് അതൊന്നും ഷേപ്പ് റെഡി ആക്കിയിട്ടില്ല. അവൾ ഇച്ചിരി തടിയില്ലാത്ത ആളാണ്. അന്നപ്പം വലിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവൾക്ക് അടിച്ചിട്ട് റെഡിയാക്കാൻ ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ അവൾ പിന്നെ ഞങ്ങളടുത്തുനിന്ന് പെടുങ്ങൊക്കെ ചെയ്തിട്ടോ. പിന്നെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ഞങ്ങൾ 3 ആളും ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അത് മാറിയപ്പം അവൾക്ക് ഇച്ചിരി വിഷമമായി. അതേപോലെ അവൾക്ക് വേറെ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്ത് ഇങ്ങനെ. പിന്നെ ഞങ്ങളെ വീട്ടിൽ നിന്ന് 5 ആൺകുട്ടികളുണ്ട് കേട്ടോ. അവർക്ക് 5 ആൾക്കും ഒരേ തന്നെ ജുബ്ബ് എടുത്തിട്ട് ഒരേ കളറ് വൈറ്റ് ജുബ്ബ് എടുത്ത്. ഇപ്പം നല്ല രസമാണല്ലോ. അന്ന് ഉച്ചക്കേക്കാണ് കേട്ടോ. അത് ഞങ്ങൾ 2 കല്യാണമാണ്. അപ്പം രാത്രി വേണം, ഉച്ചക്കും വേണം കേട്ടോ. അപ്പം 2 ഡ്രസ്സ് എടുക്കണം. അപ്പം ഉച്ചക്കേക്ക് നമ്മൾ എല്ലാവരും സെറ്റായിട്ട് ഒരുപോലെ ആക്കണ. ഷട്ടറൊക്കെ താത്തിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ പോരുന്ന സമയത്ത് നോക്കി അത്രയും കട ശരിക്കും പൂട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഉള്ളിലായതുകൊണ്ട് അപ്പോൾ അതിന് പുറത്തുനിന്ന് ഒരാൾക്ക് അകത്തേക്ക് കയറ്റാൻ പറ്റാത്ത രീതിയിൽ ഷട്ടർ താത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അകത്തുള്ളവർക്ക് പർച്ചേസിങ് നടത്താനും കഴിയും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇനിയും ഉണ്ട് കേട്ടോ പർച്ചേസിങ്ങിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. ഇനിയും ഇതിൽ ഭയങ്കര ലാഗാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെ കൂടെ കൂട്ടാത്തത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.